മുസ്തഫ വാക്കാലൂർ എഴുതുന്നു. ഹിന്ദുത്വയുടെ വളർച്ച. ഹിന്ദുരാഷ്ട്രം പുലരുമെന്ന സങ്കല്പം സ്വപ്നം കണ്ട് RSSും സംഘകുടുംബത്തിലെ ഡസൻ കണക്കിന് സംഘടനകളും എണ്ണയിട്ട യന്ത്രം കണക്കെ അക്ഷീണം പ്രയത്നിക്കാൻ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുന്നു. 1925 സെപ്റ്റംബർ 27 ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറാണ് നാഗ്പൂരിൽ ഹിന്ദു രാഷ്ട്രത്തിന്റെ സംഘാടന രൂപമായ RSSന് ബീജാവാപം നൽകിയത്. 1948 ജനുവരി 30 മഹാത്മജിയെ വെടിവെച്ചുകൊന്നത് മുതൽക്ക് അതിനുള്ള ശ്രമങ്ങൾ എമ്പാടും നടത്തപ്പെട്ടിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പായ 1952 തന്നെ ഹിന്ദുരാഷ്ട്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന അക്കാലത്തെ 3 പാർട്ടികളായ ഭാരതീയ ജനസംഘവും ഹിന്ദു മഹാസഭയും അഖിൽ ഭാരതീയ രാംരാജ്യ പരിഷത്തും വെവ്വേറെ മത്സരിക്കുകയും 3 പാർട്ടികൾക്കുമായി 10 സീറ്റുകളും 6% കൂടുതൽ വോട്ടും നേടാനായി. എങ്കിലും പ്രതാപശാലിയായ നെഹ്റുവിന്റെ കരിഷ്മയ്ക്ക് മുന്നിൽ കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലായിരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയ ആശയം. 1947 മുതൽ 1950 വരെ ഇടക്കാല മന്ത്രിസഭയിൽ വാണിജ്യ വ്യവസായ മന്ത്രിയായി ശ്യാമപ്രസാദ് മുഖർജിയുമുണ്ടായിരുന്നു. 1951 അദ്ദേഹമാണ് RSSന്റെ സഹായത്തോടെ BJPയുടെ ആദ്യ രൂപമായ ഹിന്ദു മഹാസഭ രൂപീകരിച്ചത്. 1967 35 സീറ്റുകൾ വരെ ഭാരതീയ ജനസംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പാർലമെന്റിലെ 3ാമത്തെ വലിയ കക്ഷിയും ഏറ്റവും കൂടുതൽ വോട്ട് ഷെയറുള്ള 2ാം കക്ഷിയുമായി ജനസംഘം മാറി. ആ വർഷത്തെ UP സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 98 MLAമാരുമായി നിയമസഭയിലെ 2ാം കക്ഷിയാവുകയും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പിന്തുണയോടെ കോൺഗ്രസിനെ പുറത്താക്കി സംസ്ഥാന ഭരണം പിടിച്ച ചരിത്രവുമുണ്ട്. കോൺഗ്രസിൽ നിന്നും കൂറുമാറിയ ചൌധരി ചരൺ സിംഗിനെയാണ് കൂട്ടുമന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയാക്കിയത്. സംയുക്ത വിധായക് ദൾ എന്ന കോൺഗ്രസ് ഇതര പാർട്ടികളുടെ സഖ്യമുന്നണി രൂപീകരിച്ച് ഇന്ത്യയിലാകമാനം കോൺഗ്രസിനെ നിലംപരിശാക്കിയ ആദ്യ പരീക്ഷണം അരങ്ങേറിയതും അക്കാലത്താണ്. പാർലമെന്റിൽ കോൺഗ്രസിന് 284 സീറ്റാണ് ലഭിച്ചത്. കേന്ദ്രത്തിൽ 300 സീറ്റുകൾ താഴെ കോൺഗ്രസ് വരുന്നതും ഇതാദ്യമാണ്. UPക്ക് പുറമെ ബീഹാർ, രാജസ്ഥാൻ, ബംഗാൾ, പഞ്ചാബ്, ഒഡീസ, മധ്യപ്രദേശ്, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ നേട്ടമായത് ജനതാ പാർട്ടികൾക്കായിരുന്നു. എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 മൊറാർജി ദേശായി മന്ത്രിസഭയിൽ ഭാരതീയ ജനസംഘത്തിന് മുഖ്യ പങ്ക് വഹിക്കാനായത് മുതൽക്കാണ് ഹിന്ദുരാഷ്ട്രം എന്ന ആശയത്തിന് ഉണർവുണ്ടായത്. അപ്പോഴേക്ക് ജനസംഘം ജനതാ പാർട്ടിയിൽ ലയിച്ചിട്ടുണ്ടായിരുന്നു. 1980 തെരഞ്ഞെടുപ്പിൽ ഇന്ദിര വീണ്ടും അധികാരത്തിൽ വന്നു. ആ വർഷമാണ് ഭാരതീയ ജനസംഘത്തിന് പകരമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് RSS രൂപം നൽകുന്നത്. 1984 പൊതുതെരഞ്ഞെടുപ്പിൽ 2 അംഗങ്ങളെ മാത്രമാണ് BJPക്ക് വിജയിപ്പിക്കാനായതെങ്കിലും 1989 86 അംഗങ്ങളുമായി VP സിംഗ് നയിച്ച ദേശീയ സഖ്യത്തിലെ മുഖ്യകക്ഷിയായി പാർട്ടി പൊടുന്നനെ വളർന്നു. ജനതാദളിന് പുറമെ AGP, TDP, DMK എന്നീ കക്ഷികൾ മന്ത്രിസഭയുടെ ഭാഗമായിയെങ്കിലും BJP പുറത്തുനിന്നുള്ള പിന്തുണയാണ് കൊടുത്തത്. മണ്ഡൽ പ്രക്ഷോഭത്തിന്റെ മറവിൽ LK അദ്വാനി അയോധ്യയിലെ വിവാദ ഭൂമിയിലേക്ക് രഥയാത്ര നടത്തുകയും ലക്ഷ്യത്തിലെത്തുന്നതിനു മുമ്പ് UPയുടെ അതിർത്തിയിൽ വെച്ച് ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അതിനുള്ള തിരിച്ചടിയെന്നോണം VP സിംഗ് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ BJP പിൻവലിക്കുകയും ചെയ്തു. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭങ്ങൾ BJPയെ വൻ ശക്തിയാക്കി മാറ്റി. 1991 പാർലമെന്റിലെ BJPയുടെ ശക്തി 120-ലെത്തുകയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ UPയിൽ 221 MLAമാരുമായി ഒറ്റക്ക് ഭരണത്തിലേറുകയും ചെയ്തു. 232 MPമാരുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നരസിംഹറാവു ആണ് പ്രധാനമന്ത്രിയായത്. ഇതിനിടക്കാണ് അയോധ്യയിലെ ബാബരി മസ്ജിദ് സംഘപരിവാർ ശക്തികൾ ഒന്നിച്ചു ചേർന്ന് 1992 ഡിസംബർ 6 തകർത്തത്. ഈ പ്രവൃത്തിക്കുള്ള അംഗീകാരമെന്നോണം 1996 161 അംഗങ്ങളുമായി ആദ്യമായി പ്രധാനമന്ത്രി കസേരയിൽ പാർട്ടിയെത്തി. കോൺഗ്രസിന് ലഭിച്ചതാവട്ടെ 140 സീറ്റുകളും.
വാജ്പേയിക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ ഭരണം 13 ദിവസമേ നീണ്ടുള്ളൂ. 1998 വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയും 182 സീറ്റുകളോടെ ബിജെപിയുടെ നേതൃത്വത്തിൽ എൻഡിഎ സഖ്യം മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ AIADMK നേതാവ് ജയലളിത പിന്തുണ പിൻവലിച്ചതോടെ അധികം വൈകാതെ പാർലമെന്റ് പിരിച്ചുവിട്ടു. 1999 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. തലേവർഷത്തെ 182 സീറ്റുകൾ ബിജെപി നിലനിർത്തിയപ്പോൾ കോൺഗ്രസിന് 27 സീറ്റുകൾ നഷ്ടപ്പെട്ട് 114 1984 ശേഷം ഒരു മുന്നണിക്കോ പാർട്ടിക്കോ കേവല ഭൂരിപക്ഷം ലഭിച്ചത് ഈ തെരഞ്ഞെടുപ്പിലാണ്. മാത്രമല്ല, ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര ഭരണം 5 വർഷം പൂർത്തിയാക്കിയതും വാജ്പേയി നയിച്ച ഈ എൻഡിഎ സർക്കാർ തന്നെയാണ്. 2004 എൻഡിഎയുടെ പ്രചാരണ മുദ്രാവാക്യം ഇന്ത്യ തിളങ്ങുന്നു എന്നായിരുന്നു. സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ ക്യാമ്പയിനിന്റെയും സ്വാധീന വലയത്തിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. എല്ലാ മീഡിയകളും സർവേകളും എക്സിറ്റ് പോളുകളും ബിജെപി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കട്ടായം പറഞ്ഞെങ്കിലും വിജയം കോൺഗ്രസ് നയിച്ച UPA മുന്നണിക്കായിരുന്നു. കോൺഗ്രസിന് 145ഉം ബിജെപിക്ക് 138 സീറ്റും ലഭിച്ചു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. 2009 കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UPA മുന്നണി തന്നെ അധികാരത്തിൽ വന്നു. കോൺഗ്രസ് 206 സീറ്റുകളോടെ നില മെച്ചപ്പെടുത്തിയപ്പോൾ ബിജെപിക്ക് ലഭിച്ചത് 116 സീറ്റുകൾ മാത്രമാണ്. അഴിമതി ആരോപണങ്ങളുടെയും പൊതുപ്രവർത്തകരുടെ അഴിമതി തടയൽ ബില്ലിന്റെയും പേരിൽ അണ്ണാ ഹസാരെ മുതൽ കെജ്രിവാൾ വരെ ഡൽഹിയിൽ നടത്തിയ സമര പരമ്പരയുടെ ചുവടുപിടിച്ച് ബിജെപി വീണ്ടും ശക്തിയാർജിച്ചു. 2014 തെരഞ്ഞെടുപ്പ് മോദി പ്രഭാവത്തിന്റേതായിരുന്നു. 1984 ശേഷം ആദ്യമായാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു പാർട്ടി വരുന്നത്. ബിജെപി 282 സീറ്റുകൾ തനിച്ചു നേടി. ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് 44 സീറ്റിലേക്ക് കൂപ്പുകുത്തി. ഇന്ത്യൻ ജനാധിപത്യം ഒരു ദശാസന്ധിയിൽ എത്തിച്ചേർന്ന സന്ദർഭമാണ് 2014. 1947 മുതൽ ഒന്നാം മോദി സർക്കാർ വരെ ജനാധിപത്യത്തിന്റെ അടിത്തറക്ക് പോറലേൽക്കാതെ നിലനിന്നു. 1975 അടിയന്തരാവസ്ഥ മാത്രമാണ് ഒരപവാദം. ഏകാധിപത്യത്തിന്റെ ഉദയം. RSS കൃത്യമായ പ്ലാനോടുകൂടിയാണ് 2014 തെരഞ്ഞെടുപ്പിനായി കരുക്കൾ നീക്കിയത്. 2002 ഗുജറാത്തിൽ മുസ്ലിം കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകുകയും ഗുജറാത്തിനെ ഹിന്ദുത്വയുടെ പരീക്ഷണശാലയാക്കുകയും ചെയ്തതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിലാകെ ഹിന്ദു മുസ്ലിം വിഭാഗീയത കൊണ്ടുവരാൻ കെൽപ്പുള്ളവർ എന്ന നിലയിൽ മോദിയെയും അമിത്ഷായെയും ദേശീയ നേതൃത്വത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുകയായിരുന്നു RSS. കേന്ദ്രം പിടിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഉത്തർപ്രദേശിലെ മുസഫർനഗർ ജില്ലയിൽ ആസൂത്രിതമായി കലാപം സൃഷ്ടിച്ചത്. അസമിലെ നെല്ലിയിൽ 6 മണിക്കൂർ കൊണ്ട് 3000 മനുഷ്യരെ കൂട്ടക്കശാപ്പ് ചെയ്തത് വംശഹത്യയുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണ സംഭവമാണ്. നെല്ലിക്ക് ശേഷം ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യയിൽ അരങ്ങേറിയ വംശഹത്യയായിരുന്നു ഗുജറാത്ത് കലാപം. 3 ദിവസം കൊണ്ട് വിവിധ പട്ടണങ്ങളിലായി 2000-ലധികം ജനങ്ങളെ അതിസൂക്ഷ്മതയോടെ വംശഹത്യക്കിരയാക്കി. സർക്കാർ സംവിധാനം ഒന്നടങ്കം പൂർണ്ണ സംരക്ഷണം കലാപകാരികൾക്ക് നൽകിക്കൊണ്ട് മാതൃകയായി. സ്വാതന്ത്ര്യത്തിനു മുമ്പേ ഒരുമയിൽ വർത്തിച്ചിരുന്ന മുസ്ലിങ്ങളെയും ജാട്ടുകളെയും മുസഫർനഗർ കലാപം വേർപെടുത്തി. 50,000-ലധികം മുസ്ലിങ്ങൾക്ക് സ്വഭവനങ്ങളിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നും ഓടിപ്പോവേണ്ടി വന്നു. 100-ലധികം പേർ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയുമുണ്ടായി. മുസഫർനഗറിൽ മാത്രമല്ല, UPയിൽ ഒന്നാകെ മുസ്ലിം വിരോധം ആളിപ്പടർന്നു. അനന്തരഫലം ബിജെപി UPയിലെ 80-ൽ 62 പാർലമെന്റ് സീറ്റുകളും കൈക്കലാക്കി. 2 സീറ്റുകൾ NDA സഖ്യകക്ഷി അപ്നാദളും നേടി. ഇതിനു മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും ബിജെപിക്ക് 10 സീറ്റുകൾ വീതമാണ് ലഭിച്ചിരുന്നത് എന്നോർക്കുക. 2014 ഇന്ത്യ ഭരിക്കാൻ ബിജെപിയെ പ്രാപ്തമാക്കിയത് UPയിലെ വിജയമാണ്. അതിനായി ഉപയോഗിച്ച തന്ത്രമാവട്ടെ 20% മുസ്ലിങ്ങൾക്കെതിരെ 80% ഹിന്ദുക്കളെ രാഷ്ട്രീയമായി ഏകോപിപ്പിക്കുക എന്നതും. സോഷ്യൽ മീഡിയയുടെയും ലക്ഷക്കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെയും പന്ന പ്രമുഖ ശൃംഖലയുടെയും അകമ്പടിയോടെ ഈ വിഭജനം യാഥാർത്ഥ്യമാക്കി ബിജെപി ഇന്ത്യ പിടിച്ചു. മോദിയുടെ ഭരണം ഏകാധിപത്യത്തിന് വഴിമാറുകയായിരുന്നു. ഇന്ത്യ പതിയെ ഫാസിസത്തിലേക്കും.
4 ഗുജറാത്തികളിലേക്ക് ഇന്ത്യാ മഹാരാജ്യം ചുരുങ്ങിപ്പോയി. ക്രോണി ക്യാപിറ്റൽ വ്യവസ്ഥിതി ഇന്ത്യയിൽ നിലവിൽ വന്നു. 2014 ലോകത്തിലെ 100 വമ്പൻ പണക്കാരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടില്ലായിരുന്ന ഗൌതം അദാനി 2022 ആയപ്പോഴേക്കും ഏറ്റവും ധനികനായ രണ്ടാമത്തെ പണക്കാരനായി. മോദിയുടെ വിദേശയാത്രകളിലെല്ലാം അദാനി അനുഗമിച്ചു. രാഷ്ട്രങ്ങൾ തമ്മിൽ ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പിടുന്ന പദ്ധതികൾ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു. ഇന്ത്യയിൽ നിന്നുള്ള കൽക്കരി വിദേശത്തേക്ക് കയറ്റി അയച്ച് വിദേശ ഉൽപ്പന്നമായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. എയർപോർട്ടുകളും സീപോർട്ടുകളും അദാനിക്ക് ചുളുവിലയിൽ വിറ്റു. മുകേഷ് അംബാനിയും റോക്കറ്റ് വേഗതയിൽ വളർന്നു. കോവിഡ് കാലത്ത് അദ്ദേഹത്തിന്റെ സമ്പത്ത് 350% വർദ്ധിച്ചു. ഭരണകൂടവും കോർപ്പറേറ്റും ഒന്നായി മാറി. ഭരണകൂടത്തിന്റെയും കോർപ്പറേറ്റ് ശക്തിയുടെയും സമ്പൂർണ്ണ ലയനമാണ് ഫാസിസം എന്ന് അതിന്റെ ഉപജ്ഞാതാവ് ബെനിറ്റോ മുസോളിനി തന്നെ പറഞ്ഞുവച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിൽ പുലർന്നു. മറുവശത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി മോദി സർക്കാർ വിറ്റഴിച്ചു. നോട്ട് നിരോധനം വഴി സമ്പദ് മേഖല സ്തംഭിച്ചു. ബിജെപി നേതാക്കളുടെയും അണികളുടെയും കള്ളപ്പണം വെളുപ്പിച്ചു. ക്രൂഡ് ഓയിലിന്റെയും ഗ്യാസിന്റെയും വില ഇരട്ടിയാക്കിക്കൊണ്ട് വിലക്കയറ്റം സൃഷ്ടിച്ചു. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി. GST വികലമായി നടപ്പാക്കുക വഴി കച്ചവടക്കാർ പ്രതിസന്ധിയിലായി. റഫാൽ പ്രതിരോധ എയർക്രാഫ്റ്റുകൾ വാങ്ങിയതിൽ വൻ അഴിമതി നടത്തി. അഗ്നിവീറിലൂടെ സൈന്യത്തിന്റെ വീര്യം ചോർത്തി. ഉറവിടം വെളിവാക്കേണ്ടാത്ത, കണക്കവതരിപ്പിക്കേണ്ടാത്ത PM കെയറിലേക്ക് ഫണ്ട് സമാഹരിച്ച് പണം കുന്നുകൂട്ടി. ഇന്ത്യയുടെ ആയിരക്കണക്കിന് മൈൽ ഭൂമി കയ്യേറിയ ചൈനയിൽ നിന്നുള്ള കമ്പനികൾ വരെ ദശകോടികൾ PM കെയറിലേക്ക് ഒഴുക്കി. എല്ലാം നിഗൂഢം. ശബ്ദിക്കുന്ന ആരെയും നിശബ്ദരാക്കാൻ ED, NIA, CBI, IT എന്നീ വകുപ്പുകളെ ഉപയോഗിച്ചു. അദാനിക്കെതിരെ പറഞ്ഞതിന് രാഹുലിനെ അയോഗ്യനാക്കി, MP അല്ലാതാക്കി, അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്താക്കി, ജയിലിലടക്കാൻ നോക്കി. മഹുവ മൊയ്ത്രയെയും അയോഗ്യയാക്കി. ന്യൂയോർക്കിലെ ഹിൻഡൻബർഗ് എന്ന ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച് കമ്പനി അദാനിയുടെ കള്ളക്കഥകൾ വെളിയിൽ കൊണ്ടുവന്നുവെങ്കിലും ഇന്ത്യൻ കോടതികൾ അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകി. കോടതി, മാധ്യമങ്ങൾ, സേന മുതലായ സംവിധാനങ്ങൾ വരുതിയിലാക്കി. അവസാനം നീതിപൂർവം നടത്തപ്പെടേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും BJPയുടെ മറ്റൊരു ഏജൻസിയാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളകളിലൊന്നായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ. കോവിഡ് കാലത്ത് കൃത്യത ഉറപ്പുവരുത്താതെ പ്രതിരോധ മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകുകയും ജനങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി കൊള്ളലാഭം സമാഹരിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തതിന് ഡീലുണ്ടാക്കി ശതകോടികളുടെ ബോണ്ടുകൾ കൈക്കലാക്കി. ദശകോടിയുടെ ആസ്തി കാണിച്ച കമ്പനിയോട് ശതകോടിയുടെ ബോണ്ട് എടുപ്പിച്ചു. അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാരെ മുഴുവൻ BJPയിൽ ചേർത്ത് രക്ഷപ്പെടുത്തി. കോടികൾ കൊടുത്ത് MLAമാരെ കൂറുമാറ്റിച്ച് സംസ്ഥാനങ്ങൾ പിടിച്ചു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനെ പാടെ അവഗണിച്ചു. പ്രധാനമന്ത്രി അപൂർവമായി മാത്രം പാർലമെന്റിലെത്തി. 3 മാസത്തോളം മണിപ്പൂർ കത്തിയെരിഞ്ഞ ശേഷം നടന്ന പാർലമെന്റിലെ മണിപ്പൂർ പ്രതിസന്ധിയെപ്പറ്റിയുള്ള ചർച്ച കേൾക്കാൻ പോലും നരേന്ദ്രമോദി എത്തിയില്ല. 1.5 മണിക്കൂർ മറുപടി പ്രസംഗത്തിൽ ഏതാനും മിനിറ്റുകളിലൊതുക്കി മണിപ്പൂർ വിഷയം. 10 വർഷത്തിനുള്ളിൽ ഒരു പത്രസമ്മേളനം പോലും നടത്തിയില്ല. മോദി എന്നത് സർവനാമ പദവിയാക്കി. മോദി സർക്കാർ, മോദിയുടെ ഗ്യാരണ്ടി, നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നിങ്ങനെ എല്ലാറ്റിനും തന്റെ പേര് നൽകി. ചർച്ചകൾ കൂടാതെ ബില്ലുകൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നിവയുണ്ടാക്കി. പ്രതിപക്ഷ നേതാക്കളെയും മുഖ്യമന്ത്രിമാരെ വരെയും ജയിലിലാക്കി. പാർലമെന്റിലെ പ്രതിപക്ഷ MPമാരെ കൂട്ടത്തോടെ അയോഗ്യരാക്കി ജനാധിപത്യത്തെ അപഹസിച്ചു. ആരോപണങ്ങൾക്ക് ഒന്നിനുപോലും പ്രധാനമന്ത്രി മറുപടി പറഞ്ഞില്ല. അങ്ങേയറ്റം കഷ്ടപ്പെടുമ്പോഴും പ്രധാനമന്ത്രിയുടെ ജുംലകളിൽ ജനം അഭിരമിച്ചു, ആശ്വാസമടഞ്ഞു. എപ്പോഴൊക്കെ പ്രതിസന്ധി മണത്തോ അപ്പോഴൊക്കെ പൊതുശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളിതാ അവരെ ശരിയാക്കുന്ന തിരക്കിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഉപോത്ബലകമായി മുത്തലാഖ് നിയമം കൊണ്ടുവന്നു. ആർട്ടിക്കിൾ 370 എടുത്തുകളഞ്ഞ് കാശ്മീരിനെ വരിയുടച്ചു. ഏക സിവിൽ കോഡ് നടപ്പിലാക്കി തുടങ്ങി. CAA, NRC നിയമങ്ങൾക്ക് ജന്മം നൽകി. കഴിഞ്ഞ 100 വർഷമായി RSS വളർത്തിക്കൊണ്ടുവന്ന മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ് വെറുപ്പ് വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിൽ പൊതുബോധമായി മാറ്റാൻ സാധിച്ചു. അതിലേക്ക് മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും വിഷം നിറച്ചുകൊണ്ടേയിരുന്നു. അത് നന്നായി ഫലിക്കുന്നുമുണ്ടായിരുന്നു. ആൾക്കൂട്ടം അവരുടെ ശത്രുക്കളെ
തെരുവിൽ കെട്ടിയിട്ട് പരസ്യമായി കൊന്നു രസിച്ചു. ചിലരെ കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കി. രാത്രി ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി അടിച്ചുകൊന്നു. ചിലരെ അവർ സഞ്ചരിച്ച വാഹനത്തിലിട്ട് ചുട്ടുകൊന്നു. ട്രെയിനിൽ യാത്രികർ ചേർന്ന് മതത്തിന്റെ പേരിൽ കൗമാരക്കാരനെ പട്ടാപ്പകൽ കുത്തിക്കൊന്നു. സംരക്ഷണ ചുമതലയുള്ള ഓഫീസർ യാത്രക്കാരനെ മതത്തിന്റെ പേരിൽ വെടിവെച്ചു കൊന്നു. ഇതൊക്കെ വീരകൃത്യങ്ങളായി ജനം അംഗീകരിച്ചു. ശക്തനെ അംഗീകരിക്കുക എന്നത് മനുഷ്യരിലെ മനുഷ്യത്വരഹിതമായ ഭൂതങ്ങളിലൊന്നാണ്. അഭ്യസ്തവിദ്യരായവർ പോലും മഹത്തായ ലക്ഷ്യങ്ങളാണ് ശത്രുസംഹാരം എന്ന് ചിന്തിച്ചു തുടങ്ങി. പ്രതിഷേധിച്ചാൽ ബുൾഡോസർ കൊണ്ട് വീടും മുതലും നശിപ്പിക്കും. അതുമല്ലെങ്കിൽ ജയിലിലിടും. അതുമല്ലെങ്കിൽ ഏറ്റുമുട്ടൽ എന്ന വ്യാജേന പോയിന്റ് ബ്ലാങ്കിൽ കൊല ചെയ്യും. ഇങ്ങനെ ഏത് ജനദ്രോഹ പ്രവൃത്തികളും എളുപ്പത്തിൽ ന്യായീകരിക്കപ്പെട്ടു. രണ്ടാമൂഴത്തിൽ അഭൂതപൂർവമായ വിജയം ലഭിച്ചു. 2019 BJP തൂത്തുവാരി. അവർക്ക് തനിച്ച് 303 അംഗങ്ങളുണ്ടായി. കോൺഗ്രസിന് നേരിയ തോതിൽ നില മെച്ചപ്പെടുത്താനായി എങ്കിലും പ്രതിപക്ഷത്തിന്റെ ഗൌരവത്തിലേക്ക് അവർ ഉയർന്നില്ല എന്നു മാത്രമല്ല, എണ്ണത്തിന്റെ സാങ്കേതികത പറഞ്ഞ് 1ഉം 2ഉം മോദി സർക്കാരുകൾ പ്രതിപക്ഷ നേതാവിനെ നിരാകരിച്ചു. ഇത് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് സർക്കാരിനെ നയിച്ചു. 2019 സർക്കാർ അധികാരമേറിയ ഉടനെ തന്നെ ബാബരി മസ്ജിദ് കേസിൽ വിധി വന്നു. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് തയ്യാറാക്കിയ വിധി സുപ്രീം കോടതിയിൽ വായിക്കപ്പെടുകയായിരുന്നു. തർക്കസ്ഥലത്ത് രാം മന്ദിർ നിർമ്മിക്കാനായിരുന്നു ആ വിധി. പിന്നെയും പല പള്ളികൾ ബുൾഡോസർ വെച്ച് പൊളിച്ചു നീക്കി. പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ ഗ്യാൻവാബി മസ്ജിദ് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന വിചിത്ര വിധി വരാനിരിക്കുകയാണ്. അതിനിടയിലാണ് രാംലല്ല പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി അയോധ്യയിൽ നിർവഹിച്ചത്. 2024 തെരഞ്ഞെടുപ്പ് പിടിക്കാനുള്ള തുറുപ്പുചീട്ട് രാം മന്ദിർ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് മോദി ഗ്യാരണ്ടിക്കൊപ്പം 400 സീറ്റിന് മുകളിൽ നേടുമെന്ന് തുടക്കത്തിലേ അവർ പ്രഖ്യാപിച്ചത്. വലിയ ആത്മവിശ്വാസമായിരുന്നു മോദിക്കും BJPക്കും RSSനും. പൊരുതാൻ ഒരു പ്രതിപക്ഷമുണ്ടെന്നുപോലും അവർ സമ്മതിച്ചില്ല. പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നുമില്ല. ട്രെൻഡുകൾ മാറിമറിയുന്നു. 2023 മെയ് മാസം നടന്ന കർണാടക സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വ്യക്തമായ മേൽക്കൈ നേടുകയുണ്ടായി. ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ വിജയം. 2023 ജൂലൈ 18 ബംഗളൂരുവിൽ ചേർന്ന 26 പാർട്ടികൾ ഇന്ത്യ എന്ന പേരിൽ ഒരു മുന്നണിയാകാൻ തീരുമാനിച്ചു. എങ്കിലും ഏറെ വൈകിയാണ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെട്ടത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലുങ്കാന, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തെലുങ്കാനയിൽ മാത്രമാണ് കോൺഗ്രസിന് സർക്കാരുണ്ടാക്കാൻ സാധിച്ചത്. ഇവിടങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായില്ല. ഇത് BJPയുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തി. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് അനുബന്ധ ഹിസ്റ്റീരിയ സൃഷ്ടിക്കുന്നതിൽ BJP ശ്രദ്ധിച്ചില്ല, രാം മന്ദിർ ഒഴികെ. 2024 തെരഞ്ഞെടുപ്പിൽ സാങ്കേതികമായി NDA സഖ്യം വിജയിച്ചിട്ടുണ്ട്. സഖ്യത്തിന് 293 സീറ്റുകൾ ലഭിച്ചുവെങ്കിലും BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായി. എങ്കിലും 1962 ശേഷം ആദ്യമായാണ് ഒരു സർക്കാർ മൂന്നാം ഊഴത്തിലേക്ക് കടക്കുന്നത്. 400 സീറ്റുകൾക്ക് മുകളിൽ വരുമെന്നും അധികാരത്തിലേറിയാൽ ഭരണഘടന പൊളിച്ചെഴുതുമെന്നും ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നുമുള്ള തരത്തിൽ ഭീഷണികൾ വിവിധ BJP നേതാക്കൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാര്യം പന്തിയല്ല എന്ന മോദിക്ക് മനസ്സിലായി. അങ്ങനെയാണ് റാലികളിൽ മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങിയത്. ആദ്യമായി ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ ജനതയെ രണ്ടായി വിഭജിച്ചു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്കാണ് രാജ്യത്തിന്റെ സമ്പത്തിന്റെ അധികാരം കൈമാറുക എന്ന ആധികാരികമെന്നോണം നുണ പറഞ്ഞു. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകുന്നവരെന്നും അധിക്ഷേപിച്ചു. ഹിന്ദു സ്ത്രീകൾ തങ്ങളുടെ കെട്ടുതാലി മുസ്ലിങ്ങൾക്ക് ഊരിക്കൊടുക്കേണ്ടി വരുമെന്നുവരെ പറഞ്ഞു. ഇതിനെതിരെയൊന്നും ഇലക്ഷൻ കമ്മീഷൻ ചെറുവിരൽ പോലും അനക്കിയില്ല. കാരണം കമ്മീഷന്റെ കൈകൾ മോദി നേരത്തെ തന്നെ വരിഞ്ഞു കെട്ടിയിരിക്കുകയായിരുന്നല്ലോ. ഏപ്രിൽ 23 രാജസ്ഥാനിലെ ബൻസ്വാരയിൽ വെച്ചാണ് മോദിയുടെ ആദ്യത്തെ വിഷലിപ്ത പ്രസംഗം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സാധാരണഗതിയിൽ BJP മാരകമായ കൃത്യങ്ങൾ ഒപ്പിക്കാറുണ്ട്. 1991 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 1990 സെപ്റ്റംബറിൽ അദ്വാനി അയോധ്യ രഥയാത്ര നടത്തി.
1999 തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി കാർഗിൽ യുദ്ധമുണ്ടായി. 527 ഇന്ത്യൻ ജവാന്മാർ യുദ്ധത്തിൽ ഷഹീദായി. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെങ്കിലും ജവാന്മാരുടെ മൃതദേഹങ്ങൾ മോടിയുള്ള ശവപ്പെട്ടികളിൽ വീടുകളിലേക്ക് അയച്ചുകൊടുത്തു. അതിനായി ശവപ്പെട്ടി വാങ്ങിയതിൽ വൻ അഴിമതിയുണ്ട് എന്ന് CAG റിപ്പോർട്ട് പുറത്തുവന്നു. ആ സന്ദർഭത്തിലാണ് 2001 ഇന്ത്യൻ പാർലമെന്റിൽ തീവ്രവാദി ആക്രമണമുണ്ടായത്. 2002 ഗുജറാത്ത് വംശഹത്യ ആ വർഷം നടക്കാനിരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. 2019 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കാശ്മീരിലെ പുൽവാമയിൽ 40 ജവാന്മാർ കൊല്ലപ്പെടുന്നത്. അന്ന് കാശ്മീർ ഗവർണറായിരുന്ന BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന സത്യപാൽ മാലിക് 2024 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി മറ്റൊരു പുൽവാമയോ അല്ലെങ്കിൽ റാം മന്ദിറിൽ ഒരു VIP കൊല്ലപ്പെടുകയോ ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ടൊക്കെയാവാം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വലിയ ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഏറ്റവും മികച്ച രാഷ്ട്രീയായുധമെന്ന നിലയിൽ പ്രധാനമന്ത്രി തന്നെ തന്ത്രിയായി നിന്നുകൊണ്ട് ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത്. എന്നാൽ അത് വേണ്ട രീതിയിൽ വോട്ടായില്ല. അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJP ദയനീയമായി തോറ്റു. മോദി ജയ് ശ്രീരാം വിളി അവസാനിപ്പിച്ചു. പകരം ഒഡീസയിലെ മിന്നും വിജയത്തിന്റെയും ആദ്യമായി അവിടെ സർക്കാർ രൂപീകരിക്കുന്നതിന്റെയും പശ്ചാത്തലത്തിൽ ഒഡീസക്കാരുടെ ദൈവമായ മഹാപ്രഭു ജഗന്നാഥിന്റെ പേരിൽ ജയ് ജഗന്നാഥ് എന്നാണ് അധികാരാരോഹണ ചടങ്ങിൽ മോദി വിളിച്ചത്. ഒഡീസയിൽ ലോക്സഭയിലേക്ക് 21 20 സീറ്റുകളും നിയമസഭയിലേക്ക് 147 78 സീറ്റുകളും നേടി വളരെ ആധികാരികമായി തന്നെ ബിജു ജനതാദളിനെ തറപറ്റിക്കുകയും നവീൻ പട്നായിക്കിന്റെ 2 ദശാബ്ദത്തിലധികമായുള്ള ആധിപത്യം തകർക്കുകയും ചെയ്തു. മോദി വിഷം വമിച്ച ബൻസ്വാരയിലും BJP തോറ്റു. സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ നിന്ന് വെറും 1.5 ലക്ഷം വോട്ടുകൾക്കാണ് മോദി ജയിച്ചത്. 10 ലക്ഷം ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് വമ്പ് പറഞ്ഞിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 10 ലക്ഷത്തിന് മുകളിൽ ലഭിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അത് ആസാമിലെ ധുബ്രി മണ്ഡലത്തിൽ നിന്നുള്ള റക്കീബുൽ ഹുസൈൻ എന്ന കോൺഗ്രസ് MP-യാണ്. അദ്ദേഹം തോൽപ്പിച്ചത് AIUDFന്റെ സ്ഥാപകനും ആസാം രാഷ്ട്രീയത്തിലെ അതികായനുമായ മൌലാന ബദറുദ്ദീൻ അജ്മലിനെയാണ്. പ്രധാനമന്ത്രി പ്രചാരണം നടത്തിയ 164 സ്ഥാനാർത്ഥികളിൽ 77 പേരും തോറ്റു. സ്മൃതി ഇറാനി തോറ്റത് രാഹുൽ ഗാന്ധിയുടെ PAയോടാണ് എന്നത് കൗതുകമായി. UPയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത പതനമാണ് BJPക്ക് സംഭവിച്ചത്. 29 സീറ്റുകളാണ് നഷ്ടപ്പെട്ടത്. സഖ്യകക്ഷിയായ അപ്നാദളിനും 1 സീറ്റ് നഷ്ടപ്പെട്ടു. മഹാരാഷ്ട്രയിൽ 14, ബംഗാളിൽ 6, ബീഹാറിൽ 5, രാജസ്ഥാനിൽ 10, കർണാടകയിൽ 8 സീറ്റുകളും ചേർത്ത് 2019 അപേക്ഷിച്ച് 63 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടു. 2019 തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുകൾ ലഭിച്ചതിൽ 224 സീറ്റുകളിലും 50% മുകളിൽ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ 156 കുറഞ്ഞിരിക്കുന്നു. സ്ട്രൈക്ക് റേറ്റ് 70% നിന്ന് 54.4%. അതേസമയം കോൺഗ്രസിന്റേത് 12.4% നിന്ന് 30.3% ഉയർന്നു. മുസ്ലിം വോട്ടുകളുടെ സ്വാധീനം. ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതകളിൽ പ്രധാനമാണ് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം. ഇന്നുവരെ കാണപ്പെടാത്ത വിധം UP, ബീഹാർ, ബംഗാൾ, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിൽ മുസ്ലിം വോട്ടുകൾ BJPക്കെതിരെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് പോൾ ചെയ്യപ്പെട്ടു. CSDS നടത്തിയ പോസ്റ്റ് പോൾ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നത് UPയിൽ 92% മുസ്ലിം വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചുവെന്നാണ്. അവർക്കൊപ്പം യാദവ് വോട്ടുകളും 82%, ദളിത് വിഭാഗത്തിലെ ജാദവരൊഴികെയുള്ളവരുടെ 56% വോട്ടുകളും ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചതാണ് UPയിലെ വിജയത്തിന് കാരണം. എങ്കിലും BJPക്ക് വിജയിച്ചു കയറുവാൻ പാകത്തിൽ മായാവതി വോട്ട് പിടിച്ചതിന്റെ ഫലമായി 16 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടു. അതിലേറെയും മുസ്ലിം വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളായിരുന്നു. അക്ബർപൂർ, അലിഗഡ്, അംറോഹ, ബൻസ്ഗാവ്, ബദോഹി, ബിജ്നൂർ, ദിയോറിയ, ഫാറൂഖാബാദ്, ഫത്തേപൂർ സിക്രി, ഹർദോയ്, മീററ്റ്, മിർസാപൂർ, മിസ്രിക്ക്, ഫുൽപൂർ, ഷാജഹാൻപൂർ, ഉന്നാവോ എന്നിവയാണ് ആ മണ്ഡലങ്ങൾ.
20% മുകളിൽ മുസ്ലിങ്ങളുള്ള 86 മണ്ഡലങ്ങൾ 12 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഇന്ത്യയിലുണ്ട്. ഈ 86-ൽ ഇന്ത്യ മുന്നണിക്ക് 46-ഉം NDA മുന്നണിക്ക് 35-ഉം ലഭിച്ചു. BJP ഈ സീറ്റുകളിൽ വിജയിച്ചു കയറുവാൻ ഉപയോഗിക്കുന്നത് 80:20 നയമാണ്. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു കയറും. ഈ അവസ്ഥ പക്ഷേ കേരളം, തമിഴ്നാട് പോലുള്ള തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിജയിക്കാറില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നവാസ് ഗനി തമിഴ്നാട്ടിൽ നിന്നും വിജയിക്കുന്ന ശ്രീരാമന്റെ പേരുള്ള ഇന്ത്യയിലെ ഏക മണ്ഡലമായ രാമനാഥപുരത്ത് മുസ്ലിം ജനസംഖ്യ 18% മാത്രമാണ്. കേരളത്തിലെ ലീഗ് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരാണെങ്കിലും BJPക്ക് ഏറ്റവും കുറവ് വോട്ടുകൾ ലഭിക്കുന്നതും ഇവിടങ്ങളിലാണ്. പകുതിയോളം വോട്ടർമാർ മുസ്ലിങ്ങളുള്ള വയനാട് മണ്ഡലത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി 4 ലക്ഷം വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് മുസ്ലിം രാഷ്ട്രീയ ശാക്തീകരണം ജനാധിപത്യത്തിന് ഗുണകരമാണ് എന്നാണ്. മുസ്ലിം വോട്ടിന്റെ ഭിന്നത 10%-ൽ കുറവാണെങ്കിൽ മുസ്ലിങ്ങൾ പിന്തുണക്കുന്ന ജനാധിപത്യ സ്ഥാനാർത്ഥികൾ വിജയിക്കും. ഭിന്നത 20%-മോ അതിനു മുകളിലോ പോയാൽ മുസ്ലിം വോട്ടുകൾക്ക് പ്രസക്തി ഇല്ലാതെയാവുകയും ഫാഷിസ്റ്റ് ശക്തികൾ നിരന്തരം വിജയിക്കുകയും ചെയ്യും. മുസ്ലിങ്ങൾ 30%-ന് മുകളിലുള്ള 50ഓളം ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഇന്ത്യയിൽ. UPയിൽ 13, ബംഗാളിൽ 11, കേരളത്തിൽ 6, ജമ്മു കാശ്മീരിൽ 5, ബീഹാറിൽ 4 എന്നിങ്ങനെ. ഇതിൽ തന്നെ 15 മണ്ഡലങ്ങളിൽ അവർ 50%-ന് മുകളിലാണ്. എന്നിട്ടും 18ാം പാർലമെന്റിൽ 24 MP-മാർ മാത്രമാണ് മുസ്ലിങ്ങളായുള്ളത്. 441 സ്ഥാനാർത്ഥികൾ BJPക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ മലപ്പുറം മണ്ഡലത്തിലെ ഡോക്ടർ അബ്ദുൽ സലാം മാത്രമേ ഒരു മുസ്ലിം ഉണ്ടായുള്ളൂ. അദ്ദേഹത്തെ ആവട്ടെ മോദി പരിഗണിച്ചുപോലുമില്ല. 50%-ന് മുകളിൽ മുസ്ലിം വോട്ടുള്ള ആസാമിലെ പാർപേട്ട മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് NDA സഖ്യത്തിലെ ആസാം ഗണ പരിഷത്തിന്റെ അനിൽകുമാർ ചൌധരിയാണ്. 17% മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. കണക്ക് വെച്ച് നോക്കുമ്പോൾ 93 മുസ്ലിം അംഗങ്ങൾ പാർലമെന്റിലുണ്ടാവണം. മുസ്ലിം പ്രാതിനിധ്യം 4-5%-ത്തിലാണ് ഇക്കാലമത്രയും. ഇതാദ്യമായി മുസ്ലിം MP തെരഞ്ഞെടുക്കപ്പെടാത്ത ഭരണപക്ഷം ഇന്ത്യയിലുണ്ടായി. സ്വാഭാവികമായും ഒരു മുസ്ലിം മന്ത്രി ഇല്ലാത്ത ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ മന്ത്രിസഭയും. ഫാസിസത്തിന്റെ പത്തിയിൽ കൊണ്ട പ്രഹരം. അപ്രതീക്ഷിതമെങ്കിലും കനത്ത പ്രഹരമാണ് ഫാസിസ്റ്റുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഫാസിസമായാലും ഏകാധിപത്യമായാലും ഇന്ത്യൻ ജനാധിപത്യത്തിന് ദഹിക്കുന്ന ഒന്നല്ല എന്നും ജനതയുടെ ദാഹം ജനാധിപത്യത്തിനായി കൃത്യമായി വഴിമാറും എന്നുമുള്ളതിന്റെ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന്റെ, വിശിഷ്യ രാഹുൽ ഗാന്ധിയുടെ സമയോചിത ഇടപെടലാണ് ജനതയെ ഉണർവിലേക്ക് തള്ളിവിട്ടത്. അദ്ദേഹം നയിച്ച യാത്രകൾ ഒരു മന്ദമാരുതനായി രാജ്യമാകെ വീശിയടിച്ചു. 134 ദിവസം 14 സംസ്ഥാനങ്ങളിലൂടെ 4000 കിലോമീറ്റർ അദ്ദേഹം നടക്കുക തന്നെ ചെയ്തു. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം മെല്ലെ വെളിപ്പെട്ടു. അഖിലേഷ് യാദവ് എന്ന ചെറുപ്പക്കാരൻ ജനമനസ്സറിഞ്ഞ് ഉണർന്നു പ്രവർത്തിച്ചത് തെല്ലൊന്നുമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചത്. സ്റ്റാലിൻ എന്ന തമിഴകത്തിന്റെ ശില്പിയെ കാലം നമിക്കും. സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടിയല്ല ഇന്ത്യ മുന്നണിയുടെ യഥാർത്ഥ രൂപത്തിന് ഭാവുകത്വം പകർന്നത് അദ്ദേഹമാണ്. ഒരു സ്പെക്ട്രത്തിൽ എന്ന പോലെ അദ്ദേഹം എല്ലാവരെയും ചേർത്തു പിടിച്ചു. ഈ ഒരു ജാഗ്രത മായാവതിക്കും മമതക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം നേരെയായേനെ. വാക്കുകൾക്ക് മാരകമായ ശക്തിയുണ്ട് എന്ന് 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൌമാരക്കാരൻ നമുക്ക് കാണിച്ചു തന്ന അത്ഭുതം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതയാണ്. ആ ചെറുപ്പക്കാരൻ ധ്രുവ് റാഠിയാണ്. അദ്ദേഹമാണ് ആദ്യമായി കോടി ജനം കേൾക്കുമാറുച്ചത്തിൽ ഏകാധിപതി എന്ന് നരേന്ദ്രമോദിയെ വിളിച്ചത്. ഇങ്ങനെയൊരു ശ്രദ്ധ ക്ഷണിക്കൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് അനിവാര്യമായിരുന്നു. മോദിയല്ല, റാഠിയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വരദാനം. ഹിന്ദു രാഷ്ട്രം എന്ന സങ്കല്പം പൊതുബോധത്തിന് അത്രമേൽ വിരോധമുള്ള ആശയമായിരുന്നില്ല. അതിനാൽ തന്നെ അല്പം മുസ്ലിം വിരോധവും സ്വൽപ്പം രാജ്യസ്നേഹവും കൂട്ടിക്കലർത്തി വിശ്വഗുരുവായി, അവതാരമായി വീണ്ടും വീണ്ടും അധികാരമേറാമെന്ന് ഫാഷിസം മനസ്സിലാക്കി. ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു ഭാഷ, ഒരു തെരഞ്ഞെടുപ്പ്,
ഒരു നിയമസംഹിത എന്നിങ്ങനെയുള്ള അജണ്ടകൾ മൃതസഞ്ജീവനി പോലെ ജനങ്ങളിൽ അറിയാതെ അടിച്ചേൽപ്പിക്കുവാൻ കളമൊരുക്കി വരികയായിരുന്നു. ഓ ജനങ്ങളെ, ഇദ്ദേഹം ഹിന്ദു ജനത്തിന്റെ രക്ഷകനല്ല, മറിച്ച് മനുഷ്യത്വം മരവിച്ച ഏകാധിപതിയാണ് എന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഏകാധിപതിയായ ഹിറ്റ്ലറുടെ നാട്ടിൽ നിന്നും സാധാരണക്കാരനായ ഒരാൾ വന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞത് ചരിത്രത്തിൽ ഇടം നേടിയ മഹാസംഭവമായി. കൂടാതെ ഒട്ടനേകം സന്നദ്ധ പ്രവർത്തകർ ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്തത് മോദിയുടെ ഫാഷിസത്തിനെതിരെ ഉത്ബോധനം നടത്തുകയുണ്ടായി. അതിന്റെ കൂടി പ്രതിഫലനമാണ് നാം കണ്ടത്. ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന്റെ സുഖത്തിൽ ബോധം നഷ്ടപ്പെടുന്ന ജനതക്ക് ഏത് സമയത്തും കൈമോശം വരാൻ സാധ്യതയുള്ളതാണ് ജനാധിപത്യം. ജനാധിപത്യം സൗജന്യമല്ല. നിലനിൽക്കുന്ന സർവാധിപത്യ ശക്തിയെ അട്ടിമറിച്ചാൽ മാത്രം സാധ്യമാകുന്നതാണ് ജനാധിപത്യം. ജനങ്ങളുടെ കയ്യിലേക്ക് അധികാരം വരാൻ വലിയ രക്തപ്പുഴകൾ തന്നെ ഒഴുക്കിയതായി ഇന്ത്യൻ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സംശയമില്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസാന ചെറുത്തുനിൽപ്പുകളിലൊന്നാണ് 2024 തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ അടിത്തറ എന്ന കാര്യം ഏകാധിപതികളെ ഓർമ്മിപ്പിച്ചു. ഈ പോരാട്ടം ഇനിയും ശക്തമായി തുടരേണ്ടതുണ്ട്. നിലനിൽക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. കർമ്മപഥം അവശേഷിപ്പിച്ചുകൊണ്ട് കാലം നമ്മുടെ മുമ്പിലുണ്ട്. ജയ് ഹിന്ദ്.